എറണാകുളത്ത് CSR ഫണ്ടിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്കും പ്രതി അനന്തകൃഷ്ണൻ സംഘടിപ്പിച്ച ചില പരിപാടികളിൽ ഉദ്ഘാടകരായി എത്തിയത് കോൺഗ്രസ് നേതാക്കൾ. പറവൂരിൽ മാത്രം 1000-ലധികം പേർ തട്ടിപ്പിനിരയായെന്നും പരാതി. കേസിൽ പ്രതി അനന്തകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഇപ്പോൾ തട്ടിപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അത് കോൺഗ്രസ് നേതാക്കളിലേക്കൊക്കെ എത്തുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. വലിയ തരത്തിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. വിവിധ ജില്ലകളിലായി അനേകം പരാതികൾ ഉയരുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇതിനോടകം തന്നെ 1500-ഓളം പരാതികൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഈ കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുന്ന സാഹചര്യം ഏതാണ്? വിശദാംശങ്ങൾ എന്താണ്? മൂവാറ്റുപുഴയിൽ മാത്രം 1400-ഓളം പേർക്കാണ് ഇത്തരത്തിൽ പണം നഷ്ടമായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പറവൂരിലും 1000-ഓളം ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് CSR ഫണ്ടിന്റെ പേരിലുള്ള ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അനന്തകൃഷ്ണൻ നിലവിൽ പോലീസിന്റെ പിടിയിലാണ്. ഇയാളെ പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇയാൾ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു. ആ ഒരു അവസ്ഥയാണ് ഇയാൾ മുതലെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ തലത്തിലുള്ളയും ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളെയും എല്ലാം എത്തിച്ചുകൊണ്ടായിരുന്നു അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പ് പരിപാടി പലതും ഉദ്ഘാടനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ സംശയം മറ്റൊരു രീതിയിലേക്ക് പോകില്ലായിരുന്നു. ഇത് അയാൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാദേശികമായ പല കോൺഗ്രസ് നേതാക്കളും ഈ കേസിന്റെ ഭാഗമാകാൻ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ തട്ടിച്ചെടുത്ത ഈ കോടിക്കണക്കിന് രൂപ ഈ അനന്തകൃഷ്ണൻ എങ്ങോട്ടേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറുകയും ചെയ്യും. നിലവിൽ അനന്തകൃഷ്ണന്റെ കേസ് ലോക്കൽ പോലീസാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് കേസ് ആകമാനം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനന്തകൃഷ്ണനെ ഇനി വിശദമായെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ശരി, കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുമ്പോൾ അയാളൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു അനന്തകൃഷ്ണൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ സ്വാഭാവികമായ ഇടപെടലുകളായിരിക്കുമെന്നാണ് പ്രാഥമികമായ വിവരം. കൂടുതൽ വിശദാംശങ്ങൾ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മനസ്സിലാകുക. വിവരങ്ങൾ നൽകിയത് സഹിൻ ആന്റണിയാണ്.